കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ നിസ്സീമമായ എളിയ മനുഷ്യൻ്റെ സ്വാഗതം. ഇന്നെന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു കമൻ്റാണ്, ഏതു സാഹചര്യത്തിലും കൂടെ നിർത്താൻ കൊള്ളാവുന്ന ചില നക്ഷത്രക്കാരുണ്ടോ? ഉണ്ട് ഇല്ലേ? ഉണ്ടേ. ഒരു 90% വരെ വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള നക്ഷത്രക്കാരുണ്ട്. പിന്നെ അങ്ങനെ കൂടെ നിർത്താതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൂട്ടുകൃഷി നടത്തുന്ന ആൾക്കാർ? കൂട്ടുകൃഷി എന്ന് വെച്ചാൽ 2 പേര് ചേർന്ന് ഒരു സ്ഥാപനമോ ഒരു വീട് ഭരിക്കുകയാണെങ്കിലോ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരു 100 വർഷം പഴക്കം ചെന്നിരിക്കുന്ന നാട്ടിലെ സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കുക. ഇന്ന് വരെ വിജയിച്ചിട്ടുണ്ടോ? അവർ സ്പ്ലിറ്റ് ആയിട്ടുണ്ടോ? 100%, 101% സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കാം, ഇഷ്ടം പോലെ കേരളത്തിൽ തന്നെ. ഒന്നാം തരം കമ്പനികൾ ബോംബെയിലുണ്ട്, 2 ആയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആരെയും വിശ്വസിക്കാതിരിക്കുകയാണെന്നാൽ എന്നെ പോലും എങ്കിൽ ഒരു 25-30% എന്നെ വിശ്വസിക്കാൻ കേട്ടോ. 80% നമുക്ക് കളയാം, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ഭാവം കൊണ്ടുണ്ട് വിശ്വാസം, മനസ്ഥാനം, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. 5ാം ഭാവത്ത് സൽഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ ആ ആളിൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കും, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കും. അതുപോലെ പൊതുവേ ചില നക്ഷത്രങ്ങളിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമുണ്ട്. അശ്വതിയൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേ മാറിപ്പോകുന്നതാണ്. ഭരണി നാൾ ചങ്കൂറ്റത്തോടു കൂടെ നിൽക്കും, പക്ഷെ വലിയ പ്രശ്നങ്ങളാന്ന് കണ്ടു കഴിഞ്ഞാൽ. കാർത്തിക നാൾ ഉത്തമമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അതൊക്കെ അങ്ങ് മാറിക്കോളും. രോഹിണി വേണ്ട നമുക്ക്. മകയിരം നാളും വലിയ കുഴപ്പമില്ല, 1.5% നമുക്ക് വിശ്വസിക്കാം. പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, കള്ളം പറയും, അതാണ്. ചില സമയങ്ങളിൽ നക്ക് വളച്ചാൽ കള്ളം പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പുണർന്ന നാളിനെ വിശ്വസിക്കേണ്ട, പോയ നാളിനെ ഒട്ടും വിശ്വസിക്കേണ്ട, ആയില്യം നാളിനെ ചങ്കുറ്റത്തോട് വിശ്വസിച്ചോ കുഴപ്പമൊന്നുമില്ല. ഒരു 85% വരെ നമുക്ക് വിശ്വസിക്കാം. മകൻ നക്ഷത്രം ഒരു 75%, 25% പോക്കാണ്. പൂരം വിശ്വസിക്കുകയേ വേണ്ട, ഉത്രം ഒട്ടും വേണ്ട, അത്തം ഒരു 0% പോലും വേണ്ട, ചിത്തിര 1.5%, ചോതി ഒട്ടും വേണ്ട, വിശാഖം ഒട്ടും വേണ്ട, അനിഴം ഒട്ടൊട്ടും വേണ്ട, തൃക്കേട്ട 50% ആകാം, മൂലം 50% ആകാം, പൂരാടം ഒരു 35% ആകാം, ഉത്രാടം 75% ആകാം, തിരുവോണം 90% ആകാം, അവിട്ടം 90% ആകാം, ചതയം 80%, 80 ഇല്ല, ഒരു 75 വരെ, 5 കൂടെ പോട്ടെ അവരുടെ. പൂരൂരിട്ടാതി ഒട്ടും വേണ്ട, ഉത്രട്ടാതി അതിലും വേണ്ട, 2 വെള്ളത്തിൽ ചവിട്ടുന്ന ആളാണ്. രേവതി ഒട്ടുമേ വേണ്ട. മറ്റൊരാൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിരിക്കും രേവതി. സ്വന്തം അഭിപ്രായങ്ങളൊക്കെ കാണാം, അതൊക്കെ സത്യമാണ്. അതുകൊണ്ട് ഇത്രയും നാളുകാരാണ്. എല്ലാ നാളുകാരെ നമ്മൾ കുഴപ്പിക്കുന്നില്ല, പോട്ടെ, എല്ലാവരും ജീവിച്ചു പോണ്ടേ, അവരും ജീവിക്കട്ടപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ എളിയ മനുഷ്യൻ്റെ എളിയ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.